നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മാങ്കുളം മേഖലയിലും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിവിധ പദ്ധതികളുമായി വനം വകുപ്പ്. ഇതിന്റെ ഭാഗമായി കാട്ടുമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ വിവിധയിടങ്ങളിൽ വനം വകുപ്പ് കുളങ്ങൾ തീർത്തു. കുളങ്ങളുടെ നിർമ്മാണം നടത്തിയത് വനം വകുപ്പ് ജീവനക്കാരും വാച്ചർമാരും വിവിധ വിദ്യാലയങ്ങളിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥികളും കൈകോർത്ത്. വട്ടവടയുടെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാരറ്റ് ക്ലീനിംഗ് യൂണിറ്റുകൾ പരിപാലനവും പ്രവർത്തനവുമില്ലാതെ നശിക്കുന്നു. വിവിധയിടങ്ങളിൽ യൂണിറ്റുകൾ സ്ഥാപിച്ചത് വിളവെടുക്കുന്ന ക്യാരറ്റ് വൃത്തിയാക്കുന്നതിന് കർഷകർക്ക് സഹായമെന്നോണം. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള യൂണിറ്റുകൾ ഒട്ടുമിക്കതും നാശത്തിന്റെ വക്കിൽ. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഏപ്രിൽ 8-ന് ജില്ലയിലെ നിർമ്മാണ മേഖലയിൽ പണിമുടക്ക് നടത്തും. പണിമുടക്കിന്റെ ഭാഗമായി രാവിലെ 10-ന് യൂണിറ്റ് മേഖലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തുമെന്ന് നേതാക്കൾ. കാഞ്ചിയാർ മറ്റപ്പള്ളിയിൽ വന്യജീവി ആക്രമണം തടയുന്നതിനായി വനംവകുപ്പ് സോളാർ ഫെൻസിംഗ് വേലികൾ സ്ഥാപിച്ചു. നാളുകളായി മേഖലയിൽ വന്യജീവി ആക്രമണം രൂക്ഷം. സോളാർ വേലികൾ സ്ഥാപിച്ചതോടെ വന്യമൃഗശല്യത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. മാങ്കുളം മേഖലയിലും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിവിധ പദ്ധതികളുമായി വനം വകുപ്പ്. ഇതിന്റെ ഭാഗമായി കാട്ടുമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ വിവിധയിടങ്ങളിൽ വനംവകുപ്പ് കുളങ്ങൾ തീർത്തു. വനംവകുപ്പ് ജീവനക്കാരും വാച്ചർമാരും വിവിധ വിദ്യാലയങ്ങളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളും കൈകോർത്താണ് കുളങ്ങളുടെ നിർമ്മാണം നടത്തിയത്. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി സംസ്ഥാന സർക്കാർ 10 പദ്ധതികളാണ് ഫലപ്രദമായി നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിലൊന്നാണ് മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ. ഇതിൻ പ്രകാരമാണ് വനംവകുപ്പ് മാങ്കുളം ഡിവിഷനിലെ ആനക്കുളം, മാങ്കുളം റേഞ്ചുകളിലായി വിവിധയിടങ്ങളിൽ കാട്ടുമൃഗങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കുളങ്ങൾ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. കുടിവെള്ളം തേടി കാട്ടാനകൾ ഉൾപ്പെടെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് ഹൈറേഞ്ച് സർക്കിൾ ചീഫ് കൺസർവേറ്റർ RS അരുൺ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള 10 മിഷനുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിഷൻ ആണ് മിഷൻ ഫുഡ് ഫോഡർ വാട്ടർ ഉള്ള മിഷൻ. അപ്പോൾ ഈ മിഷൻ്റെ ഭാഗമായിട്ട് മാങ്കുളം വന ഡിവിഷൻ്റെ കീഴിൽ 7ഓളം സ്ഥലങ്ങളിൽ നമുക്ക് ജലലഭ്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 2 പഴയ കുളങ്ങൾ നമുക്ക് ഡീസിൽറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് 4ഓളം ചെക്ക് ഡാമുകൾ പണിത്, നമുക്ക് പുതിയതായി ചെക്ക് ഡാമുകൾ പണിത് 4 ജലസ്രോതസ് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ വെള്ളം തീരെ അവൈലബിൾ ഇല്ലാത്ത സ്ഥലത്ത് ഈ പടുതാക്കുളം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഇതെല്ലാം തന്നെ ഈ വന്യജീവികളും ആനകളും എല്ലാം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല രീതിയിൽ ഈ തരത്തിൽ വന്യജീവികൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നതിൽ വളരെയധികം കുറവ് വരുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. വനംവകുപ്പ് ജീവനക്കാരും വാച്ചർമാരും പാലാ സെന്റ് തോമസ് കോളേജ്, മൂന്നാർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് എന്നിവിടങ്ങളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളും കൈകോർത്താണ് കുളങ്ങളുടെ നിർമ്മാണം നടത്തിയത്. പുതിയതായി 4 കുളങ്ങൾ നിർമ്മിച്ചതിനൊപ്പം നിലവിലുണ്ടായിരുന്ന 3 കുളങ്ങളിലെ മണ്ണും ചെളിയും നീക്കി ജലലഭ്യത ഉറപ്പാക്കുകയും ചെയ്തു. വിരിഞ്ഞപാറ മേഖലയിൽ താൽക്കാലികമായി പടുതാക്കുളം നിർമ്മിച്ച വാഹനത്തിൽ വെള്ളമെത്തിച്ച് നിറച്ചാണ് ജലലഭ്യത സാധ്യമാക്കിയത്. ഈ കുളങ്ങളിലൊക്കെയും കാട്ടാനയടക്കമുള്ള മൃഗങ്ങളെത്തി ദാഹമകറ്റി മടങ്ങുന്നുവെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വട്ടവടയുടെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാരറ്റ് ക്ലീനിംഗ് യൂണിറ്റുകൾ പരിപാലനവും പ്രവർത്തനവുമില്ലാതെ നശിക്കുന്നു. വിളവെടുക്കുന്ന ക്യാരറ്റ് വൃത്തിയാക്കുന്നതിന് കർഷകർക്ക് സഹായമെന്നോണമായിരുന്നു വിവിധയിടങ്ങളിൽ യൂണിറ്റുകൾ സ്ഥാപിച്ചത്. എന്നാൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള യൂണിറ്റുകൾ ഒട്ടുമിക്കതും നാശത്തിന്റെ വക്കിലാണ്. ശീതകാല പച്ചക്കറി കൃഷിയുടെ വിളനിലമായ വട്ടവടയിൽ കർഷകർ ധാരാളമായി ക്യാരറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മാർക്കറ്റിലെത്തിക്കുന്നതിനൊപ്പം വിനോദസഞ്ചാരികൾക്കും ക്യാരറ്റ് കർഷകർ വിൽപ്പന നടത്തുന്നുണ്ട്. വിളവെടുക്കുന്ന ക്യാരറ്റ് വൃത്തിയാക്കുന്നതിന് കർഷകർക്ക് സഹായമെന്നോണമായിരുന്നു വട്ടവടയുടെ വിവിധയിടങ്ങളിൽ ക്യാരറ്റ് ക്ലീനിംഗ് യൂണിറ്റുകൾ സ്ഥാപിച്ചത്. എന്നാൽ ഇന്ന് ഈ യൂണിറ്റുകൾ പരിപാലനവും പ്രവർത്തനവുമില്ലാതെ നശിക്കുകയാണ്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള യൂണിറ്റുകൾ ഒട്ടുമിക്കതും തുരുമ്പെടുത്ത് നശിച്ചു കഴിഞ്ഞതായി നാട്ടുകാർ പറഞ്ഞു. വട്ടവടയിൽ ഏറ്റവും കൂടുതൽ ക്യാരറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയാണ്. ഇവിടെ ക്യാരറ്റ് കഴുകുന്നതിനുള്ള ഒരുപാട് ഉപകരണങ്ങൾ, മെഷീൻ ഇവിടെ തുരുമ്പ് പിടിച്ച് അവിടെയും ഇവിടെയുമായി കിടക്കുകയാണ്. കാരണം ക്യാരറ്റ് കഴുകുന്നതിന് വേറെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. വേറെ തോടുകളോ അങ്ങനെയുള്ള സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാരറ്റ് കഴുകുന്ന സർക്കാർ പദ്ധതി ഉൾപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപയുടെ മിഷനറീസ് നശിച്ചു കിടക്കുകയാണ്.
ഈ മിഷനറിയത്ത് പ്രവർത്തിക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. 2013-14 വർഷത്തിൽ രാഷ്ട്ര കൃഷി വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന ഹോർട്ടിക്കൾച്ചറൽ മിഷനാണ് പ്രദേശത്ത് ക്യാരറ്റ് ക്ലീനിംഗ് യൂണിറ്റുകൾ സ്ഥാപിച്ചത്. കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ചിലവഴിച്ച ലക്ഷക്കണക്കിന് രൂപയാണ് ക്യാരറ്റ് ക്ലീനിംഗ് യൂണിറ്റുകൾ പ്രവർത്തിക്കാതെ വന്നതോടെ പാഴായി പോകുന്നത്. ഈ യൂണിറ്റുകൾ തുറന്ന് കർഷകർക്ക് പ്രയോജനം ചെയ്യും വിധം പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഏപ്രിൽ 8-ന് ജില്ലയിലെ നിർമ്മാണ മേഖലയിൽ പണിമുടക്ക് നടത്തും. പണിമുടക്കിന്റെ ഭാഗമായി രാവിലെ 10-ന് യൂണിറ്റ് മേഖലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കട്ടപ്പന ഓക്സിലിയം സ്കൂൾ ജംഗ്ഷനിലെ CWSA ഓഫീസ് പടിക്കൽ നിന്ന് പ്രകടനം ആരംഭിച്ച ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിക്കും. ഓപ്പൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹനൻ പാറയിൽ, കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് ജോസ് സെൽവരാജ്, ജില്ലാ കമ്മിറ്റി അംഗം സാബു കൊച്ചുപറമ്പിൽ, യൂണിറ്റ് സെക്രട്ടറി ജോൺസൺ മാത്യു എന്നിവർ സംസാരിക്കും. നിർമ്മാണ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന കരാറുകാരെ കോർത്തിണക്കിക്കൊണ്ട് 25 വർഷമായിട്ട് കേരള സംസ്ഥാനത്ത് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് CWSA, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. കേരള സർക്കാരിൻ്റെയും ഇടുക്കിയിലെ അധികാരികളുടെ അവഗണന മൂലം നിർമ്മാണ മേഖല വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം പറഞ്ഞാൽ മെറ്റൽ കിട്ടാനില്ല, മണൽ കിട്ടാനില്ല, സിമെൻറ്റിന് ഇന്ന് വില കൂടി. ഇടുക്കിയിലെ വളരെ പ്രതിസന്ധിയിലാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ അന്യ ജില്ലകളിൽ നിന്ന് മെറ്റീരിയൽ കൊണ്ടുവരുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതും അമിത ഫൈനും ഈടാക്കുന്നതും ഒഴിവാക്കണം. അതുപോലെ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന് പെർമിറ്റ് അനുവദിക്കണം. പിന്നെ പുഴകളിലെയും ഡാമുകളിലെയും മണൽ ഖനനം ആരംഭിക്കാനായിട്ട് അനുമതി നൽകണം. നിർത്തിവച്ചിരിക്കുന്ന ക്വാറികൾ തുറന്ന് പ്രവർത്തിക്കാനായിട്ട് അനുമതി നൽകുക. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം സർക്കാർ അത് ഏറ്റെടുത്ത് അതിനുള്ള സംവിധാനം ചെയ്യുക. പിന്നെ നൂറുകണക്കിന് വരുന്ന നിർമ്മാണ തൊഴിലാളി കുടുംബങ്ങളാണ് ഇതുമൂലം പട്ടിണിയിലോട്ട് പോകുന്നത്. അപ്പോൾ അതിനെല്ലാം സർക്കാർ അതിനൊരു പരിഹാരം കാണണം. മെറ്റൽ, മണൽ എന്നിവയുടെ ലഭ്യതക്കുറവ് പരിഹരിക്കുക, അന്യജില്ലയിൽ നിന്ന് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവരുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതും അമിത പിഴ ഈടാക്കുന്നതും അവസാനിപ്പിക്കുക, കൊമേഴ്സ്യൽ ബിൽഡിംഗ് പെർമിറ്റ് അനുവദിക്കുക, പുഴകളിലെയും ഡാമുകളിലെയും മണൽ ഖനനം പുനരാരംഭിക്കുക, നിർത്തിവച്ചിരിക്കുന്ന ക്വാറികൾ പ്രവർത്തിക്കാൻ അനുമതി നൽകുകയോ സർക്കാർ ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സുരേഷ് മീനൻചിറ, സതീഷ് PS, സാബു കൊച്ചുപറമ്പിൽ, ജോൺസൺ മാത്യു, മോഹനൻ പാറയിൽ, ജോസ് സെൽവരാജ്, റിജി പൗലോസ്, ബിജു പമ്പാവാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചിയാർ മറ്റപ്പള്ളിയിൽ വന്യജീവി ആക്രമണം തടയുന്നതിനായി വനംവകുപ്പ് സോളാർ ഫെൻസിംഗ് വേലികൾ സ്ഥാപിച്ചു. നാളുകളായി മേഖലയിൽ വന്യജീവി ആക്രമണം രൂക്ഷമായിരുന്നു. സോളാർ വേലികൾ സ്ഥാപിച്ചതോടെ വന്യമൃഗശല്യത്തിന് പരിഹാരമാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. കാഞ്ചിയാർ മറ്റപ്പള്ളി കുരിശുപള്ളി ഭാഗത്ത് നാളുകളായി വന്യജീവി ആക്രമണം രൂക്ഷമായിരുന്നു. കാട്ടാന, കാട്ടുപന്നി തുടങ്ങിയവ ജനവാസ മേഖലയിലിറങ്ങി കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിക്കുന്നത് പതിവായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റപ്പള്ളി കുരിശുപള്ളി മുതൽ പാത്തിപ്പടി വരെ 1.25 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ ഫെൻസിംഗ് വേലികൾ സ്ഥാപിച്ചത്. ഇത് അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ചിൻ്റെ പരിധിയിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 15.200 സോളാർ ഫെൻസിംഗ് ആണ്. അത് 14 കിലോമീറ്റർ സോളാർ ഫെൻസിങ്, ഹാങ്ങിങ് ഫെൻസിങ്ങും 1.200 സോളാർ ഫെൻസിങ്ങും സാധാ ഫെൻസിങ് ആണ്. അത് ആ 1.200 മറ്റപ്പള്ളി മേഖലയിലും. ഹാങ്ങിങ് ഫെൻസിങ് വരുന്നത് മുരിക്കാട്ടുകുടി, കാക്കത്തോട്, മുത്തമ്പടി മേഖലയിലുമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ വന്യമൃഗങ്ങളുടെ പ്രധാനമായിട്ട് ആന ഈ ജനവാസ മേഖലയിൽ നിൽക്കുന്ന പ്രദേശമായിട്ടുള്ള ഈ സ്ഥലങ്ങളെ മുൻനിർത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫെൻസിങ് പൂർത്തിയാക്കുമ്പോൾ ഈ പ്രദേശത്തുള്ള വന്യമൃഗശല്യം പരമാവധി കുറയ്ക്കാവുന്നതാണ്. 14 കിലോമീറ്റർ ഹാങ്ങിങ് ഫെൻസിങ്ങും 1 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ ഫെൻസിങ്ങുമാണ് നിർമ്മിക്കുക. മേഖലയിൽ ഫെൻസിംഗ് സ്ഥാപിച്ചതിനു ശേഷം വന്യമൃഗ ആക്രമണം കുറഞ്ഞതായി ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ പറഞ്ഞു. തന്നെയല്ല, ഈ കാലാകാലങ്ങളിൽ ഈ അടിക്കാടുകൾ വെട്ടി മാറ്റുകയാണെങ്കിൽ ഒത്തിരി കാട്ടുമൃഗങ്ങളുടെ ശല്യം നമുക്ക് കുറഞ്ഞിരിക്കും. അപ്പോൾ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നമ്മൾ ഫോറസ്റ്റ് അധികാരികളോട് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരം ഒരു നടപടി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ആന വരുന്ന ഒരു കാര്യമില്ല. പക്ഷേ ഇപ്പോൾ കോഴിമലയും പാമ്പാടിക്കുഴിയും പേഴുങ്കണ്ട ഭാഗത്തുമൊക്കെ ഈ ആന തന്നെ ആയിരിക്കാം വരുന്നുണ്ട്. എന്നാലും നമുക്ക് ഒരു പരിധി വരെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാതെ നോക്കുന്നതിനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു സൗകര്യം ഉണ്ടാക്കി തന്നത് വളരെ ആശ്വാസകരമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് വേലികളിൽ വൈദ്യുതി കടത്തിവിടുക. ഈ സമയത്ത് മേഖലയിലെ ആളുകൾ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ അറിയിച്ചു.
മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി മാലിന്യമുക്ത ജില്ലയായുള്ള പ്രഖ്യാപനവും വിളംബര റാലിയും ചൊവ്വാഴ്ച നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാക്കുന്നിൽ പറഞ്ഞു. ഉച്ചകഴിഞ്ഞ് 2-ന് ചെറുതോണി ടൗൺ ഹാളിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാതല പ്രഖ്യാപനം നടത്തും. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ 2432 ഹരിത സ്ഥാപനങ്ങളും 586 ഹരിത വിദ്യാലയങ്ങളും 56 ഹരിത കലാലയങ്ങളും 11,244 ഹരിത അയൽക്കൂട്ടങ്ങളും 211 ഹരിത ടൗണുകളും 180 പൊതുസ്ഥലങ്ങളും 59 വിനോദസഞ്ചാര കേന്ദ്രങ്ങളും മാലിന്യമുക്തം ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാക്കുന്നിൽ പറഞ്ഞു. നമ്മുടെ പൊതുവായിട്ട് നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് 2 മണിക്ക് ശേഷമുള്ള പരിപാടിയാണ്. നമുക്കറിയാം 2024 ഒക്ടോബർ മാസം 2-ാം തീയതി ആരംഭിച്ച മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിൻ അതിൻ്റെ ഒരു പൂർണ്ണതോതിൽ 80% അതിൻ്റെ വിജയത്തിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശിച്ചിരുന്ന 11 മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നമ്മൾ ഈ ക്യാമ്പയിൻ മുന്നേറിയിരിക്കുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളൊക്കെ നമ്മൾ മാലിന്യം അത് നിർമ്മാർജ്ജനം ചെയ്യാൻ വളരെയധികം നന്നായി പോയിട്ടുണ്ടെങ്കിൽ വരുന്ന ടൂറിസ്റ്റുകൾ പല സ്ഥലങ്ങളിലും ഈ വേസ്റ്റ് വലിച്ചെറിയുന്നത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഈ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം. പക്ഷേ ആ പ്രതിസന്ധികളൊക്കെ വളരെ നല്ല രീതിയിൽ തരണം ചെയ്യുവാൻ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ അതിന് നിർവഹണ ഉദ്യോഗസ്ഥന്മാർ ജില്ലാ തലത്തിലും നമുക്ക് JDയുടെ നേതൃത്വം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അജയ് സാർ നേതൃത്വമൊക്കെ വളരെ നല്ല കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പരിധി വരെ നമുക്കത് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുക. നമുക്കറിയാം നമ്മൾ മാലിന്യമുക്തമായിട്ടും പ്രഖ്യാപിച്ചെങ്കിൽ പോലും അത് തുടർന്നും കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വമാണ് ഞാനും നിങ്ങളുമെല്ലാം ഏറ്റെടുക്കേണ്ടത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാക്കുന്നിൽ, നവകേരളം കർമ്മ പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ അജയ് കൃഷ്ണ, LSTD അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീലേഖ C എന്നിവരും പങ്കെടുത്തു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അധിക്ഷേപിച്ചതിനെതിരെ കട്ടപ്പനയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. SNDP മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി യൂണിയൻ ഓഫീസ് പരിസരത്ത് സമാപിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം അതിരുവിട്ട മുസ്ലിം പ്രീണനമാണെന്ന് അഭിപ്രായപ്പെട്ടതിന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയെന്ന് അധിക്ഷേപിക്കുന്ന ശക്തികളെ ചെറുക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. മുസ്ലിം പ്രീണനം മൂലം പിന്നാക്ക, പട്ടികജാതി, പട്ടികവർഗ ജനസമൂഹം വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ നിന്ന് അകന്നെന്ന യാഥാർത്ഥ്യമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. കേരള രാഷ്ട്രീയത്തിലെ ന്യൂനപക്ഷ പ്രീണനം ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണെന്നും നേതാക്കൾ പറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി സത്യം വിളിച്ചു പറഞ്ഞതിനെതിരെ വ്യാപകമായ ചില കോണുകളിൽ നിന്നുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അത് ജനറൽ സെക്രട്ടറിക്ക് സംരക്ഷണം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി മലനാട് SNDP യൂണിയൻ യൂത്ത് മൂവ്മെൻ്റ് നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തുകയാണ്. അധികാരത്തിന്റെ ബലത്തിൽ കേരളത്തിന്റെ പൊതുസമ്പത്ത് ന്യൂനപക്ഷങ്ങളിലേക്ക് എത്തിയ കാര്യം ആർക്കും നിഷേധിക്കാനാവില്ല. ഇക്കാര്യം പറഞ്ഞതിന്റെ പേരിൽ യോഗത്തെയോ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയോ യൂണിയനെയോ ആക്ഷേപിക്കാൻ ആരെയും അനുവദിക്കില്ല. സത്യം പറയുന്നവരെ വർഗീയവാദികളായി ചിത്രീകരിക്കാൻ ഇത്തരം തീവ്രവാദികൾ നടത്തുന്ന ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. കട്ടപ്പനയിൽ നടത്തിയ പ്രകടനത്തിന് വിവിധ നേതാക്കൾ നേതൃത്വം നൽകി. ജില്ലയിലെ ഭൂപ്രശ്ന പരിഹാരം അട്ടിമറിക്കാനും CPM-നെയും ജില്ലാ സെക്രട്ടറി CV വർഗീസിനെയും അപകീർത്തിപ്പെടുത്താനും നടത്തുന്ന ഗൂഢനീക്കത്തിനെതിരെ DYFI ജില്ലാ കമ്മിറ്റി കട്ടപ്പനയിൽ യുവജന പ്രതിരോധം നടത്തി. മിനി സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാരുകളാണ് എക്കാലവും ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഭൂപതിവ് ഭേദഗതി നിയമത്തിന്റെ ചട്ടരൂപീകരണം അവസാന ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ LDF-നെയും CPM-നെയും ജനം പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ജില്ലയിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിച്ചു. എന്നാൽ ഇപ്പോൾ നടക്കുന്ന വ്യാജ പ്രചരണം ജനം തള്ളിക്കളയും. കാർബൺ ഫണ്ടിന്റെ ബലത്തിൽ പ്രവർത്തിക്കുന്ന കപട പരിസ്ഥിതിവാദികളും ചില ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളും ജില്ലയിലെ ഭൂപ്രശ്നം പരിഹരിക്കപ്പെടാതിരിക്കാൻ ഗൂഢനീക്കങ്ങളാണ് നടത്തുന്നതെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DYFI ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പറഞ്ഞു. ജനിച്ചു വളർന്ന മണ്ണിൽ ജീവിക്കുവാനുള്ള ഓരോ ഇടുക്കിക്കാരന്റെയും അവകാശങ്ങളെ ഇല്ലാതാക്കുന്നതിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുകയും അതിനാവശ്യമായ പിന്തുണ നൽകുകയും ചെയ്തവരാണ് കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ കേരളം ഭരിച്ചവർ എന്ന് നാം മറന്നുകൂടാ. ആ കോൺഗ്രസ് എന്ന് പറയുകയാണ് ജില്ലയിലെ ഭൂപ്രശ്നം പരിഹരിക്കണം. വലിയ സമരം, യൂത്ത് കോൺഗ്രസിന്റെ സമരം, കട്ടപ്പനയിൽ സമരം, ചെറുതോണിയിൽ സമരം, നെടുങ്കണ്ടത്ത് സമരം, എല്ലായിടത്തും സമരം നടത്തി പറയുകയാണ് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണം. നിങ്ങൾ കൊണ്ടുവന്ന കുരുക്കുകളാണിത്, നിങ്ങൾ കൊണ്ടുവന്ന നിയമങ്ങളാണിത്.
നിങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടുവന്ന നിയമങ്ങളാണിത്. ആ നിയമങ്ങളിലെ ഈ ജില്ലയിലെ മനുഷ്യരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന നിയമങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ മണ്ണിൽ ജനിച്ചു വളർന്ന മനുഷ്യർക്ക് ഇവിടെ ജീവിക്കുവാനുള്ള അവകാശം ഉറപ്പുവരുത്തുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ കേരളത്തിനകത്ത്, ഈ ഇടുക്കി ജില്ലക്കകത്ത് എല്ലാ കാലത്തിലും പോരാട്ടം നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷവും ഇടതുപക്ഷ ഗവൺമെന്റുകളുമാണ് എന്ന് ഈ ഇടുക്കിയിലെ മനുഷ്യർക്കറിയാം. അതുകൊണ്ടാണ് ഈ ഇടുക്കിയിൽ കോൺഗ്രസിന് കഴിഞ്ഞ 20 വർഷക്കാലമായ ഒരു MLA ഇല്ലാത്തത് എന്ന് നിങ്ങൾ മറന്നുകൂടാ. ഒരു ജനപ്രതിനിധിയും ഒരു MLA ഈ ഇടുക്കി ജില്ലക്കകത്ത് കോൺഗ്രസിനില്ല കഴിഞ്ഞ 20 വർഷക്കാലത്തിലധികമായി. നിങ്ങൾ പറഞ്ഞുകൂടാ. ഈ ഇടുക്കി ജില്ലയെ ബാധിക്കുന്ന ഭൂപ്രശ്നങ്ങളിൽ എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പം നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്, ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ളത് ഇടതുപക്ഷമാണ്. ആ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റുകളാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. രാജേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം B. അനൂപ്, ജില്ലാ വൈസ് പ്രസിഡന്റ് മിനി സുരേഷ്, ജോയിന്റ് സെക്രട്ടറി MR രഞ്ജിത്ത്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ, രേഷ്മ ചാക്കോ, അരുൺ ദാസ്, അഫ്സൽ മുഹമ്മദ്, ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. മറയൂരിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. മറയൂർ പെരടിപ്പള്ളം സ്വദേശി മുനിയസ്വാമിയാണ് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. അബദ്ധത്തിൽ ഒറ്റയാന്റെ മുമ്പിൽപ്പെട്ട മുനിയസ്വാമിയെ ആന ആക്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. മകളുടെ വീട്ടിൽ നിന്നും പാമ്പൻപാറയിലെ പണിസ്ഥലത്തേക്ക് പോയ മുനിയസ്വാമി അബദ്ധത്തിൽ ഒറ്റയാന്റെ മുമ്പിൽ പെടുകയായിരുന്നു. തുടർന്ന് മുനിയസ്വാമിയെ ഒറ്റയാൻ തുമ്പിക്കൈക്ക് ചുഴറ്റിയെറിഞ്ഞു. സംഭവശേഷം സമീപവാസികൾ വനംവകുപ്പിനെ വിവരമറിയിച്ചു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് മുനിയസ്വാമി പറഞ്ഞു. മകളുടെ വീട്ടിലേക്ക് മകളെ നോക്കിയിട്ട് റൂമിലേക്ക് പോകുമ്പോൾ നേരിട്ട് മുട്ടി എടുത്ത് ജയിലിയുടെ അപ്പുറത്തേക്ക്. മുനിയസ്വാമിയുടെ തലയ്ക്കാണ് പരിക്ക് സംഭവിച്ചിട്ടുള്ളത്. ഏതാനും നാളുകൾക്ക് മുമ്പ് ചിന്നാർ വനമേഖലയിൽ വെച്ചുണ്ടായ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചിരുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം പോലെ തന്നെ സമൂഹം നേരിടുന്ന വിപത്താണ് മൊബൈൽ ഫോണുകളുടെ തെറ്റായ ഉപയോഗമെന്ന് DKMB അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. കാഞ്ചിയാർ സെന്റ് മേരീസ് ഇടവകയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരിക്കെതിരെയുള്ള ജനജാഗ്രതാ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യത്തിന്റെയും രാസലഹരി വസ്തുക്കളുടെയും വർദ്ധിച്ചുവരുന്ന ഉപയോഗത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ഇളം തലമുറയെയും സമൂഹത്തെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. കാഞ്ചിയാർ സെന്റ് മേരീസ് ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സൺഡേ സ്കൂൾ, മിഷൻ ലീഗ്, SMYM, ഇൻഫാം, മാതൃദീപ്തി എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും വിമുക്തിയുടെയും കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കാഞ്ചിയാർ പഞ്ചായത്ത് പരിധിയിലുള്ള വിവിധ ഇടവകകളുടെയും SNDP യോഗം, NSS തുടങ്ങി വിവിധ സാമുദായിക സംഘടനകളുടെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി. സമാപന സമ്മേളനം DKMB അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പൊ എന്നേക്കാൾ നന്നായിട്ട് മൊബൈൽ ഉപയോഗിക്കാൻ ഇവർക്കറിയാവുന്നതിന്റെ പകുതി പോലും ഉപയോഗിക്കാൻ എനിക്കറിയുന്നില്ല, അല്ലെങ്കിൽ നമുക്കറിയുന്നില്ല. ഇതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു പ്രശ്നമില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല. ഇന്ന് സമൂഹമേറെ പുരോഗമിച്ചതിന്റെ ലക്ഷണമാണ് ഈ മൊബൈൽ ഫോൺ. ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിന്റെ ഉപയോഗം നേരായ രീതിയിൽ ആയില്ല എങ്കിൽ ഇത് നമ്മളെ കൊല്ലും, ഒരു സംശയം വേണ്ട. അതിന് ഏറ്റവും വലിയ ഒരു ഭീഷണിയാണ് ഈ ലഹരി. നിങ്ങൾ എത്രത്തോളം അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ് എന്നെനിക്കറിയില്ല. പക്ഷെ കാഞ്ചിയാർ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു ഗ്രാമം, നമ്മളെ ചുറ്റപ്പെട്ടിട്ടുള്ള ഈ പ്രദേശം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളുകൾ, നിങ്ങൾ പഠിക്കുന്ന കലാലയങ്ങൾ, കോളേജുകൾ, ക്യാമ്പസുകൾ, ഇതൊക്കെ ഇന്ന് ഒരുപക്ഷെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് സുരക്ഷിതമായിരിക്കാം. പക്ഷെ നാളെയും അത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് നിങ്ങൾ ഇപ്പോഴേ തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ അതിനെ തടുത്തു നിർത്താൻ പറ്റുള്ളൂ. കാഞ്ചിയാർ പള്ളിക്കവലയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപത സൺഡേ സ്കൂൾ ഡയറക്ടർ ഫാദർ ഡോക്ടർ തോമസ് വാളമനാൽ, സംഘാടക സമിതി രക്ഷാധികാരി ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ ക്ലിരൂപ്പറമ്പിൽ, നാർക്കോട്ടിക്സ് DYSP മാത്യു ജോർജ്, കട്ടപ്പന SHO TC മുരുകൻ, എക്സൈസ് ഇൻസ്പെക്ടർ സെന്തിൽകുമാർ, വിമുക്തി നോഡൽ ഓഫീസർ MC സാബുമോൻ, സെന്റ് മേരീസ് ഇടവക PRO സോണി ജോസ്, KCBC ജാഗ്രതാ സമിതി രൂപത പ്രസിഡന്റ് ജോസ് പൂവത്തൊലിച്ചെട്ടിയിൽ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സിമി K ജോർജ്, സണ്ണി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കഠിനാധ്വാനികളാണെങ്കിലും വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ് ഇടുക്കിയിലെ ജനങ്ങളെന്ന് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോർ ഡോക്ടർ സാമുവേൽ തിയോഫിലോസ് മെത്രോപോലിത്ത. വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടും കാർഷിക മേഖലയിലെ ബുദ്ധിമുട്ടും ഭൂപ്രശ്നങ്ങളും നിലനിൽക്കുമ്പോഴും ഇടുക്കിയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു. വളരെ കഠിനാധ്വാനികളാണ് ഇടുക്കിയിൽ. അതോടൊപ്പം തന്നെ
വളരെയധികം ഈശ്വരനെ, ദൈവത്തെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ദൈവഭക്തിയുള്ളവരും. അതുകൊണ്ട് തന്നെയാണ് വിവിധ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ പല ഭാഗങ്ങളിലായിട്ട് ഈ കാലങ്ങളിലൊക്കെ നടന്നപ്പോഴും പ്രത്യാശയും ഒന്നും വിട്ടുകളയാതെ ഒത്തൊരുമയോടുകൂടെ ഈ പ്രദേശ നിവാസികൾ ഒരുമിച്ച് ജീവിച്ചു. വന്യമൃഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, യാത്ര ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, കൃഷി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, മല ഇടിച്ചിലിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ നമ്മൾ അധ്വാനിച്ചുകൊണ്ട് വരുന്നതിൻ്റെയൊക്കെ കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ ഓർക്കാപ്പുറത്ത് വല്ലവരും എടുത്തുകൊണ്ട് പോകും. പ്രകൃതിയെ എടുത്തുകൊണ്ട് പോകും, വന്യമൃഗങ്ങൾ എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അനുബന്ധമായി നമുക്ക് കിട്ടേണ്ടിയ പട്ടയമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കിട്ടാതെ കാര്യങ്ങൾ നഷ്ടത്തിൽ പോകും. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള കാലയളവിൽ നിങ്ങളെല്ലാവരും ശക്തരായി നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ ഇടുക്കി പ്രദേശത്തുള്ളവരോട് പറയാനുള്ളത്. തോപ്രാംകുടി പെരുന്തുട്ടിയിൽ സ്വകാര്യ ബസ് ഓട്ടോറിക്ഷയിൽ ഇടിച്ച അപകടം. കട്ടപ്പനയിൽ നിന്നും തോപ്രാംകുടിക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും പെരുന്തുട്ടിയിൽ നിന്ന് തോപ്രാംകുടിക്ക് യാത്രക്കാരിയുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത്. കട്ടപ്പനയിൽ നിന്നും തോപ്രാംകുടിയിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സും പെരുന്തുട്ടിയിൽ നിന്ന് തോപ്രാംകുടിയിലേക്ക് യാത്രക്കാരുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പാലത്തിൽ നിന്ന് 50 അടിയോളം താഴ്ചയുള്ള കുഴിയിലേക്ക് പതിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവർ തോപ്രാംകുടി പുതുപ്പറമ്പിൽ പ്രസാദ്, യാത്രക്കാരി പെരുന്തൊട്ടി പനിച്ചുമൂട്ടിൽ ശൈലാഗോപി എന്നിവരെ പരിക്കുകളോടെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുന്തൊട്ടി ടൗണിൽ നിന്നും യാത്രക്കാരെ ഓട്ടോറിക്ഷയിൽ കയറ്റിയതിനുള്ള വൈരാഗ്യത്തിൽ ബസ് മനഃപൂർവ്വം ഇടിപ്പിച്ചതാണെന്നും ആരോപണമുണ്ട്. ഇതേ തുടർന്ന് മുരിക്കാശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ബസ് കസ്റ്റഡിയിലെടുത്തു. പരിക്കേറ്റവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ലോകാരോഗ്യ ദിനം 2025 ഉപ്പുതറ ഹെൽത്ത് ബ്ലോക്ക് തല ഉദ്ഘാടനം നടന്നു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന താലൂക്ക് ആശുപത്രി, ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രം, കട്ടപ്പന സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ലോക ആരോഗ്യ ദിനം സംഘടിപ്പിച്ചത്. കട്ടപ്പനയിൽ നടന്ന ബ്ലോക്ക് തല ആരോഗ്യ ദിനാചരണം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കഴിക്കുന്ന കണ്ടകടച്ചാലിയെല്ലാം വലിച്ചു വാരി തിന്നിട്ട് പല രോഗങ്ങൾക്ക് ഇന്ന് അടിമയാവുകയാണ് ഇല്ലേ? ഇന്നിപ്പോൾ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാ പണികളും ഒക്കെ ചെയ്യുന്നതുകൊണ്ട്, ഓടി നടന്ന് പണികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അധികം രോഗങ്ങളൊന്നും ഇല്ല. ഇന്നിപ്പം അതെല്ലാം മറിച്ച് നമ്മൾ വീട്ടിലെങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാതെ ഇരിക്കാം, എങ്ങനെ കുഴിമന്തി കഴിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്തേക്കാണ് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നു, അതിനെ മറികടന്ന് ഉള്ള സമയം കൊണ്ട് കുറച്ച് ഭക്ഷണമാണേലും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം മക്കളെ. 1950 മുതൽ എല്ലാ വർഷവും ഏപ്രിൽ 7-ന് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ദിനാചരണം സംഘടിപ്പിച്ചു വരികയാണ്. ഇത്തവണത്തെ ലോകാരോഗ്യ ദിനത്തിൽ നവജാത ശിശു ആരോഗ്യത്തെക്കുറിച്ചുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രചരണത്തിന് തുടക്കം കുറിച്ചു. ആരോഗ്യകരമായ ആരംഭങ്ങൾ, പ്രതീക്ഷയുള്ള ഭാവികൾ എന്ന തലക്കെട്ടിലുള്ള ഈ പ്രചരണം നവജാത ശിശു മരണങ്ങൾ അവസാനിപ്പിക്കുന്നതിനും സ്ത്രീകളുടെ ദീർഘകാല ആരോഗ്യത്തിനും ക്ഷേമത്തിനും മുൻഗണന നൽകും. ഡോക്ടർ ക്ലിൻഡി ജോസ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി, ഹെൽത്ത് സൂപ്പർവൈസർ KT ആന്റണി, സെന്റ് ജോൺസ് ആശുപത്രി ജനറൽ മാനേജർ ജേക്കബ് കോര, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PK ദിലീപ്, ജോസഫ് D മേരി, ജെയ്സൺ C ജോൺ, അരുൺ NC, ടോണി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് അഴുത ബ്ലോക്ക് പഞ്ചായത്ത്, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത്, സാമൂഹികാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സിൽവത്തായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹെൽത്ത് മിഷന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായി ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്ത്, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത്, വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രം എന്നിവയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് വണ്ടിപ്പെരിയാർ ഐശ്വര്യ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും നടന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സിൽവത്തായി യോഗം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യപരമായ തുടക്കം, പ്രതീക്ഷ നിർഭരമായ തുടക്കം എന്നതാണ് നമ്മുടെ ഈ വർഷത്തെ മുദ്രാവാക്യം. ഏറ്റവും കൂടുതൽ പോയിസൺ ചേർന്നതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ
കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ചേമ്പും ചേനയും ചക്കയും മാങ്ങായും കപ്പളങ്ങയും ഒക്കെയുള്ള അതുപോലെ ഇലക്കറികളൊക്കെ കൂട്ടിയുള്ള ആഹാരങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെയൊക്കെ വീട്ടുകളിലെ അമ്മമാരും നമ്മുടെ അമ്മമാരും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിലുപരി ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം എന്ന് പറഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിൽ കഴിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ അവർ ജീവിക്കാൻ വേണ്ടി കഴിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഉള്ളവരോ ജീവിക്കാൻ വേണ്ടിയാണോ കഴിക്കുന്നത് എന്നൊന്നും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഷാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതമോൾ, ലിസമ്മ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് ആശാ വർക്കർമാരെ ആദരിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വാഴത്തോപ്പ് മണ്ഡലം കൺവെൻഷൻ നടന്നു. ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും മണ്ഡലം കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നത്. പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ഷിജോ ഞവരക്കാട്ട് അധ്യക്ഷനായിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ആ ഡാമുകളുമായി ബന്ധപ്പെട്ട് ജലാശയവുമായി ബന്ധപ്പെട്ട് നിരവധി ആയിരക്കണക്കിന് ഏക്കറുകൾ ഏറ്റെടുത്ത് അത് നമുക്കറിയാം ഇതിനു വേണ്ടി ഉപയോഗിച്ചതാണ്. വേറെ പരിശുഭൂമികൾ ജനവാസമല്ല യോഗ്യമല്ലാത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കർ ഇവിടെയുണ്ട്. ആകെ ഈ ജില്ലയിൽ ജീവിക്കാൻ പറ്റുന്ന 20% താഴെയുള്ള സ്ഥലമേ ഉള്ളൂ. പരിപാടിയിൽ വെച്ച് മുതിർന്ന പാർട്ടി പ്രവർത്തകരെ ആദരിച്ചു. സംസ്ഥാന ഹൈപ്പവർ കമ്മിറ്റി അംഗം തോമസ് പെരുമന മുഖ്യപ്രഭാഷണം നടത്തി. നോബിൾ ജോസഫ്, കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ, നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചുകരോട്ട എന്നിവർ ക്ലാസുകൾ നയിച്ചു. ആൽബർട്ട് മാടവന, KK വിജയൻ, വിൻസെന്റ് വെള്ളാടി, CV തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. BJP വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. 16 ടൗണിൽ സംഘടിപ്പിച്ച യോഗം BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ വിരുദ്ധ നിലപാടുകൾ ചൂണ്ടിക്കാട്ടിയും 16 സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുമാണ് BJP വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. 16 ടൗണിൽ സംഘടിപ്പിച്ച യോഗം BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഈ ഇടുക്കി ജില്ലക്കാരന് വേണ്ടി മാത്രമായിട്ട് ചില നിയമങ്ങൾ കൊണ്ടുവന്ന് ഇവിടുത്തെ ആൾക്കാരെ ക്രൂശിക്കുന്ന തരത്തില് ഉള്ള നിലപാടുകളാണ് മാറി വന്ന ഇടതു വലത് സർക്കാരുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ പ്രതിക്കൂട്ടിലാകുന്നത് UDF-ഉം LDF-ഉം ആണ്. ഇതിന് ഉത്തരം പറയേണ്ടതും UDF-ഉം LDF-ഉം ആണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇടുക്കിയിലോ കേരളത്തിലോ ഭരിക്കാനുള്ള ഒരു അവസരം ഇവിടുത്തെ ജനങ്ങൾ ഇതുവരെ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഇടുക്കി ജില്ലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന പാർട്ടി ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ, അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സോമശേഖരൻ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ K കുമാർ, OC ടോമി, KR സുനിൽകുമാർ, സന്തോഷ്, ദീപു അഞ്ചാനി, സിദിൽ സ്മിത്ത്, സുമ സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ജൂബിലി വർഷ തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നിൽ യുവജനങ്ങളോടൊപ്പം എഴുകുംവയൽ കുരിശുമല ചവിട്ടി. എഴുകുംവയൽ നിത്യസഹായ മാതാ ദേവാലയത്തിൽ നടന്ന ആരാധനയിൽ പങ്കെടുത്ത ശേഷമാണ് കുരിശുമല കയറ്റം നടന്നത്. കുരിശുമല കയറ്റത്തിന് മുന്നോടിയായി ടൗൺ കപ്പേളയ്ക്ക് മുൻപിൽ നിന്ന പിതാവും വൈദികരും യുവജനങ്ങളും ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്തു. എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. എന്നെയും മാനവരാശിയെയും മാരകമായി നശിപ്പിക്കുന്ന ലഹരി വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കില്ല. കുരിശുമലയിലെ തീർത്ഥാടക ദേവാലയത്തിൽ പിതാവ് യുവജനങ്ങൾക്കൊപ്പം ദിവ്യബലി അർപ്പിച്ച പ്രാർത്ഥനയിൽ പങ്കെടുത്തു. രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് യുവജനങ്ങളാണ് കുരിശുമല കയറ്റത്തിൽ പങ്കെടുത്തത്. വിവിധ ഇടവകകളിൽ നിന്നും എത്തിയ വൈദികരും സിസ്റ്റേഴ്സും വിശ്വാസികളും കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന വളം ഉൾപ്പെടെയുള്ളവയ്ക്ക് ആവശ്യമായ ഗുണനിലവാരമില്ലെന്ന് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി. ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യം കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നതായും നേതാക്കൾ വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു. വണ്ടിപ്പെരിയാർ 62 മൈലിൽ പ്രവർത്തിക്കുന്ന കൃഷി ഓഫീസിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്ക് ഓഫീസിലെത്തുന്ന കർഷകരോട് ഉദ്യോഗസ്ഥർ ധാർഷ്ട്യമായി പെരുമാറുന്നെന്നും ഇഷ്ടക്കാർക്ക് ആവശ്യമായ സേവനങ്ങൾ ചെയ്തു നൽകുന്നതായും കോൺഗ്രസ് ആരോപിച്ചു. കൂടാതെ ഓഫീസിൽ നിന്നും വിതരണം ചെയ്യുന്ന വളങ്ങൾക്ക് ആവശ്യമായ ഗുണനിലവാരമില്ലെന്നും പരാതിയുണ്ട്.
സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് തീരുമാനമെന്ന് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കുഴുവമ്മാക്കൽ പറഞ്ഞു. കൃഷിഭവനിലെ കൃഷി ഓഫീസറിന് വേണ്ടപ്പെട്ട കുറെ ആൾക്കാർ മാത്രം അവിടെ കാര്യങ്ങൾ നടത്തുകയും മറ്റുള്ളവരെ അംഗീകരിക്കാതെയും കൃഷിഭവനിൽ വരുന്ന വിത്തുകളോ അല്ലെങ്കിൽ മറ്റ് തൈകളോ ഒക്കെ കൃഷിഭവനിലെ കൃഷി ഓഫീസറുടെ ഉത്തരവാദിത്തം വേണ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ നടക്കുന്നത്. ഒന്ന് ചോദിക്കാനോ പറയാനോ പരാതിപ്പെട്ടാൽ അന്വേഷിക്കാനോ ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മേലുദ്യോഗസ്ഥന്മാരും കടന്നു വരുന്നില്ല. ഒത്തിരി പരാതികൾ ഞങ്ങൾ അയക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു അന്വേഷണവും ഈ കൃഷി ഓഫീസറെ ഒരു അന്വേഷണത്തിന് ഒരു മേലുദ്യോഗസ്ഥന്മാർ തയ്യാറാവുകയും ചെയ്തില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ വണ്ടിപ്പെരിയാറിലെ കർഷകരും കോൺഗ്രസ് പാർട്ടിയും ഒരു ശക്തമായ സമരത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ കൃഷിഭവനിലെ പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നും നേതാക്കളായ കെ സുരേന്ദ്രൻ, വിനോദ്, പ്രകാശ് എന്നിവർ വണ്ടിപ്പെരിയാറിൽ ആവശ്യപ്പെട്ടു. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ നടത്തിവരുന്ന ആയോധന കലയായ കുൻഫുവിന്റെ സ്പോർട്സ് ഇനമായ ജിത് കുനേദോയുടെ പ്രവർത്തന പ്രദർശനവും ക്ലാസ് ഉദ്ഘാടനവും തോപ്രാങ്കുടിയിൽ നടന്നു. വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി തോപ്രാങ്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സന്തോഷ് തെക്കേൽ ഉദ്ഘാടനം ചെയ്തു. രോഗപ്രതിരോധശേഷി, മനോധൈര്യം, അച്ചടക്കം, ഏകാഗ്രത എന്നിവ ലഭിക്കുകയും മദ്യത്തിനും മയക്കുമരുന്നിനും പുതുതലമുറ അടിമപ്പെട്ടു പോകാതെ തടയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ആയോധന കലയായ ജിത് കുനേദോയുടെ പ്രവർത്തനം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നത്. തോപ്രാങ്കുടി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് സന്തോഷ് തെക്കേൽ ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങളെല്ലാമായിട്ട് പിള്ളേരെല്ലാം വഴിമാറി പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടങ്ങുന്നത് എല്ലാവർക്കും നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും പഠനത്തിൽ കേന്ദ്രീകരിക്കുന്നതിനും ഒക്കെ വളരെ ഉപകാരപ്രദമായ രീതിയിൽ ആണ് ഈ കരാട്ടെ ക്ലാസുകൾ നടക്കുന്നത്. ഇന്റർനാഷണൽ ജഡ്ജിയും കോച്ചും സിനി സ്റ്റണ്ട് ഡയറക്ടറുമായ ബ്രൂസ്ലി രാജ് മാസ്റ്ററാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത്. നമ്മുടെ ലോക ആയുധനകല ചക്രവർത്തി ബ്രൂസ്ലിയുടെ ആയുധനകലയായ ജിത് കുനേദോയുടെ ഇടുക്കി ജില്ലയിലുള്ള 42ാമത്തെ ക്ലബ്ബാണ്, സ്പോർട്സ് ട്രെയിനിങ് സെൻ്ററാണിത്. ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെയും ഓഷോ അസോസിയേഷൻ ഇടുക്കി ജില്ലയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന ഈ സ്പോർട്സ് ക്ലബ്ബ് തോപ്രാങ്കുടിയിൽ ഇപ്പോൾ ഏകദേശം ധാരാളം കുട്ടികൾ നമ്മൾ പഠിച്ച് വരുന്നുണ്ട്. ധാരാളം കുട്ടികൾ അഡ്മിഷൻ എടുത്ത് പഠിച്ചു വരുന്നുണ്ട്. ഇത് നമ്മൾ മദ്യത്തിനും മയക്കുമരുന്നിനെതിരായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ഏറ്റവും മുന്നോട്ട് കാഴ്ചവെക്കുന്നത്. ഒരു സ്വരക്ഷയ്ക്കുള്ള ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ നടത്തുന്ന പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് സംസ്ഥാന, ദേശീയ, അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. പരിശീലിച്ച് മെഡൽ നേടുന്ന കുട്ടികൾക്ക് സ്പോർട്സ് കോട്ട അഡ്മിഷൻ, ഗ്രേസ് മാർക്ക്, ജോലി പ്രവേശനം എന്നിവ ലഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അസോസിയേഷൻ സെക്രട്ടറി ഷിജോ പോൾ, അഭിജിത് ശിവൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പീരുമേട് SNDP യൂണിയന് കീഴിലെ 3220 നമ്പർ വണ്ടിപ്പെരിയാർ കറുപ്പുപാലം ശാഖയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിയും പൊതുസമ്മേളനവും നടന്നു. SNDP പീരുമേട് യൂണിയൻ പ്രസിഡന്റ് CA ഗോപി വൈദ്യർ യോഗം ഉദ്ഘാടനം ചെയ്തു. കുടുംബങ്ങൾക്കൊപ്പം പൊതുസമൂഹവും ലഹരിമുക്ത പ്രദേശത്തിനായി പ്രവർത്തിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് വണ്ടിപ്പെരിയാർ കറുപ്പുപാലം SNDP ശാഖയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനത്തിൽ SNDP കറുപ്പുപാലം ശാഖാ പ്രസിഡന്റ് ഗിരീഷ് അധ്യക്ഷനായിരുന്നു. പീരുമേട് യൂണിയൻ പ്രസിഡന്റ് CA ഗോപി വൈദ്യർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭീതി പരത്തുന്ന രീതിയിൽ അടുത്ത കാലത്ത് സമൂഹത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു രോഗം എന്ന് തന്നെ പറയാം നമ്മുടെ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ളത്. മയക്കുമരുന്നും മദ്യവും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാർന്നു തിന്നുകൊണ്ടിരിക്കുകയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും ആണെന്ന് വേണേൽ പറയാം. പുതുതലമുറയിലേക്ക് ഇപ്പോൾ കടന്ന് പിടിച്ചിരിക്കുന്ന മയക്കുമരുന്നിൻ്റെ വ്യാപനം വളരെ ഭീതി ഉണർത്തുന്നതാണ്. SNDP പീരുമേട് യൂണിയൻ സെക്രട്ടറി KP ബിനു, വിവിധ സാമുദായിക, രാഷ്ട്രീയ, സാംസ്കാരിക നേതാക്കളായ MK മുഫ്തീൻ മൗലവി, D സെൽവം, S ശ്രീകുമാർ, TC ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കാമാക്ഷി പാറക്കടവ് ശ്രീ അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിൽ മീനപ്പുര മഹോത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല മഹോത്സവം നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ പൊങ്കാലയെടുപ്പിൽ അഗ്നി പകർന്നു.
5 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങളാണ് കാമാക്ഷി ശ്രീ അന്നപൂർണേശ്വരി ദേവീക്ഷേത്രത്തിൽ നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായി പൊങ്കാല മഹോത്സവം നടത്തി. ഭക്തർക്ക് അന്നം നൽകി സംരക്ഷിക്കുന്ന അന്നപൂർണേശ്വരി ദേവിക്കുള്ള പൊങ്കാലയ്ക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ ഭദ്രദീപം തെളിയിച്ച് പൊങ്കാലയടുപ്പിൽ അഗ്നി പകർന്നു. അന്നപൂർണേശ്വരി ദേവി നമുക്ക് കനിഞ്ഞു തന്ന ദ്രവ്യങ്ങൾ ദേവിക്ക് അർപ്പിക്കുന്ന മഹത്തരമായ ഒരു ചടങ്ങ് കൂടിയാണ് പൊങ്കാല സമർപ്പണം എന്ന് പറയുന്നത്. അന്നത്തിൻ്റെ ദേവതയാണ് അന്നപൂർണേശ്വരി. അന്നാൽ ഭവതി ഭൂതാനി പർജന്യാത് അന്നസംഭവ അന്നാത് ഖല്യമാനി ഭൂതാനി ജായന്തി. അന്നത്തിൽ നിന്നാണ് സർവ്വജീവജാലങ്ങളും ഉണ്ടാകുന്നത്. അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ദേവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അന്നദാതാവാണ്. നമുക്ക് ധനധാന്യ സമൃദ്ധിയും ആയുരാരോഗ്യ ഐശ്വര്യങ്ങളും അന്നവും പ്രദാനം ചെയ്യുന്ന ദേവതയാണ് അന്നപൂർണേശ്വരി. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ദേശദേവതയായ അന്നപൂർണേശ്വരിക്ക് പൊങ്കാല അർപ്പിച്ചു. ക്ഷേത്രം മേൽശാന്തി പ്രതീഷ്, ക്ഷേത്രം പ്രസിഡന്റ് സോജു, വൈസ് പ്രസിഡന്റ് കെ സുരേഷ്, സെക്രട്ടറി പ്രസാദ് KS, വനിതാ സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. അടിമാലി ചാറ്റുപാറ പശ്ചിമ മൂകാംബിക ശ്രീ സരസ്വതി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവവും പൊങ്കാലയും ഈ മാസം 8 മുതൽ 12 വരെ നടക്കും. 8-ന് ക്ഷേത്രാചാര്യൻ ബ്രഹ്മശ്രീ NV സുധാകരൻ തന്ത്രിയുടെയും ക്ഷേത്ര മേൽശാന്തി N ജോഷി നാരായണൻ ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയുയരും. അടിമാലി ചാറ്റുപാറ പശ്ചിമ മൂകാംബിക ശ്രീ സരസ്വതി മഹാദേവ ക്ഷേത്രത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ആഘോഷങ്ങൾക്കാണ് ഈ മാസം 8-ന് തുടക്കം കുറിക്കുന്നത്. 8-ന് രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പന്തിരടി പൂജയും പഞ്ചഗവ്യം കലശം എന്നിവയും നടക്കും. തുടർന്ന് 12:18-നും 12:58-നും ഇടയിൽ ക്ഷേത്ര ആചാര്യൻ ബ്രഹ്മശ്രീ NV സുധാകരൻ തന്ത്രിയുടെയും ക്ഷേത്ര മേൽശാന്തി N ജോഷി നാരായണൻ ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടി ഉയരുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പശ്ചിമ മൂകാംബിക ചാറ്റുപാറ ശ്രീ സരസ്വതി മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവവും പൊങ്കാലയും വരുന്ന 8-ാം തീയതി ചൊവ്വ മുതൽ 12-ാം തീയതി ശനിയാഴ്ച വരെ പൂർവാധികം ഭംഗിയായി നടത്തപ്പെടുകയാണ്. തിരുവുത്സവത്തിൻ്റെ ആദ്യ ദിവസമായ 8-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 12-നും 2 മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രാചാര്യൻ ബ്രഹ്മശ്രീ NV സുധാകരൻ തന്ത്രിയുടെയും ക്ഷേത്ര മേൽശാന്തി ശ്രീ N ജോഷി നാരായണ ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ സർവ്വവിദ്യാദേവതയായ ശ്രീ സരസ്വതി ദേവിയുടെയും അനുഗ്രഹപ്രദായകൻ ശ്രീ മഹേശ്വരൻ്റെയും തൃക്കൊടിയോടുകൂടി ക്ഷേത്ര ഉത്സവ ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കും. 9-ാം തീയതി രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, സരസ്വതി ദേവിക്ക് ശ്രീഭൂതബലി, മഹാവിദ്യാ മന്ത്രഹോമം, ഔഷധ വിതരണം, വൈകിട്ട് 5:30-ന് ഭാഗവത സേവ, മഹാസുദർശന ഹോമം, വടക്കുപുറത്ത് വലിയ ഗുരുതി, മുളപൂജ എന്നിവ നടക്കും. ഉത്സവത്തിന്റെ 3-ാം ദിനമായ 10-ന് ക്ഷേത്രത്തിൽ പൊങ്കാലയും 11-ന് വൈകിട്ട് 5-ന് താലപ്പൊലി ഘോഷയാത്രയും നടക്കും. താലപ്പൊലി ഘോഷയാത്രയ്ക്ക് ശേഷം മുത്തപ്പൻ വെള്ളാട്ടം അരങ്ങേറും. തുടർന്ന് പള്ളിവേട്ട നടക്കും. ഉത്സവത്തിന്റെ അവസാന ദിവസമായ ശനിയാഴ്ച രാവിലെ 7:30-ന് പള്ളി ഉണർത്തലിനു ശേഷം അഭിഷേകവും ഉച്ചപൂജയും നടക്കും. വൈകിട്ട് 6:30-ന് ആറാട്ടുഹോമം, ആറാട്ടുബലി എന്നിവയ്ക്ക് ശേഷം ആറാട്ട് പുറപ്പാടും ആറാട്ടും നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KV രാജു, സെക്രട്ടറി PS ശൈലജൻ, കൺവീനർ സൈറസ് K ദാസ്, മനീഷ് നാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അയ്യപ്പൻകോവിൽ തോണിത്തിരി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ മീനപ്പൊയ്യ മഹോത്സവത്തോടനുബന്ധിച്ച് മഹാഘോഷയാത്ര നടന്നു. ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ 100-കണക്കിന് ഭക്തർ പങ്കെടുത്തു. വാദ്യമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര നടന്നത്. മാട്ടുക്കട്ട ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മാട്ടുക്കട്ട മേരികുളം വഴി തോണിത്തടി ഗുരുദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതോടെ ഉത്സവത്തിന് കൊടിയിറങ്ങി. ഏപ്രിൽ 2-ാം തീയതിയാണ് മീനപ്പൊയ്യ മഹോത്സവം ആരംഭിച്ചത്. ക്ഷേത്രം പ്രസിഡന്റ് അനീഷ് ബാബു, വൈസ് പ്രസിഡന്റ് ബിജു ചെമ്പൻകുളം, സെക്രട്ടറി വിനോദ് വരയാത്ത, യൂണിയൻ കമ്മിറ്റി അംഗം സുരേഷ് പടന്നമാക്കൽ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാഞ്ചിയാർ മറ്റപ്പള്ളിക്കവല വയൽ SHGയുടെ വാർഷികാഘോഷവും കുടുംബസംഗമവും നടന്നു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ മറ്റപ്പള്ളിക്കവല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വയൽ SHGയുടെ 6ാമത് വാർഷികവും കുടുംബസംഗമവുമാണ് സംഘടിപ്പിച്ചത്.
പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു. ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. വന്യജീവി ആക്രമണം തടയുക എന്നത് സർക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. അതിൽ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയും സഹകരണവും ആവശ്യമാണെന്ന് എം പി പറഞ്ഞു. സർക്കാരുമായി ബന്ധപ്പെട്ടാണ് അത് പരിഗണിക്കേണ്ടത്. അപ്പോൾ ആ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ ഒരു ആശയം പങ്കുവെക്കാൻ നിങ്ങളോടൊത്ത് ഞാൻ ഉണ്ടായിരിക്കും എന്ന് ഞാൻ അറിയിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ കാട്ടാന ശല്യമുണ്ടായി എന്നുള്ള വാർത്തകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പൊതുസമൂഹവും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ നല്ല ഒരു അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. തീർച്ചയായും ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാനും പരിഹരിക്കാനും വനംവകുപ്പ് ഉണ്ടാവണം. പലപ്പോഴും ഉണ്ടാകുന്ന പരാതി അതിനപ്പുറത്ത് നിൽക്കുന്ന പല അലോസരങ്ങളുമുണ്ട്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഫോറസ്റ്റ് ഓഫീസറും അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെയും അവർ ജനസൗഹൃദപരമായി ഈ കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണണം എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. നല്ല നിലയിൽ തന്നെ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോയാൽ അത് നമ്മുടെ നാടിൻ്റെ എല്ലാ തരത്തിലുമുള്ള വളർച്ചയ്ക്ക്, പ്രത്യേകിച്ചും കാർഷിക മേഖല എന്നുള്ള നിലയിൽ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റു മാർഗങ്ങളില്ല. അവരുടെ തൊഴിൽ, അവരുടെ ഉപജീവനം അതെല്ലാം ഈ രംഗത്ത് നിൽക്കുകയാണ്. തൊഴിലാളികൾ ധാരാളമായിട്ടുണ്ട്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കലാകാരന്മാരെ ചടങ്ങിൽ അനുമോദിച്ചു. റിട്ടയർഡ് എക്സൈസ് ഓഫീസർ അബ്ദുൾ ജബ്ബാർ ലഹരിയുടെയും മൊബൈൽ ഫോൺ ഉപയോഗത്തിന്റെയും ദൂഷ്യവശങ്ങളെപ്പറ്റി ക്ലാസ് നയിച്ചു. ഫോറസ്റ്റ് ഓഫീസർ രതീഷ് വേണുഗോപാലൻ, SHG പ്രസിഡന്റ് മാത്യു NM, സെക്രട്ടറി പ്രിൻസ് മറ്റപ്പള്ളി, മനീഷ് മോൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റോയി എവറസ്റ്റ്, ജലജ വിനോദ്, ജോമോൻ തെക്കേൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. വണ്ടിപ്പെരിയാർ സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. പീരുമേട് MLA വാഴൂർ സോമൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ടിപ്പെരിയാർ സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സഹകരണ ആശുപത്രിയിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ശിശുരോഗ വിഭാഗം, ത്വക്കുരോഗ വിഭാഗം, സ്ത്രീകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, വാതസംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കുള്ള ചികിത്സ ക്യാമ്പിൽ ലഭ്യമായിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ അധ്യക്ഷയായിരുന്നു. പീരുമേട് MLA വാഴൂർ സോമൻ തിരിതെളിയിച്ച് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S ശ്രീരാമൻ, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PM നൌഷാദ്, കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റപ്പൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ വന്ദന ക്യാമ്പിനെക്കുറിച്ച് വിശദീകരണം നടത്തി. തുടർന്ന് MLA വാഴൂർ സോമനെ പരിശോധിച്ചുകൊണ്ട് ക്യാമ്പിന് തുടക്കം കുറിച്ചു. സഹകരണ ആശുപത്രി വണ്ടിപ്പെരിയാർ ബ്രാഞ്ച് ഓപ്പറേഷൻ മാനേജർ GP ഗോപി, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ തോട്ടം മേഖലയിൽ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് വിദഗ്ധ ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ മാനേജ്മെന്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ആദ്യമായി സംഘടിപ്പിച്ച ക്യാമ്പിൽ വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പേർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി അണിയറയുടെ ഡ്രാക്കുള എന്ന നാടകം കട്ടപ്പനയിൽ അവതരിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നാടകം അവതരിപ്പിച്ചത്. കട്ടപ്പന CSI ഗാർഡനിൽ വെച്ചാണ് ചങ്ങനാശ്ശേരി അണിയറയുടെ പ്രൊഫഷണൽ നാടകമായ ഡ്രാക്കുള അവതരിപ്പിച്ചത്. ഭയം പറഞ്ഞ് അറിയേണ്ടതല്ല, അനുഭവിച്ചറിയേണ്ടതാണെന്ന ആമുഖത്തോടെയാണ് നാടകം ആരംഭിച്ചത്. വളരെ സാവധാനത്തിലെ സഞ്ചരിക്കൂ. ആത്മവിശ്വാസമെന്നോ എന്ത് വേണമെങ്കിലും മനസ്സിൽ കരുതിക്കൊള്ളും. എന്നാലും ഇതിന് കരുതി തന്നെ സൂക്ഷിക്കണം ഗബ്രിയേൽ. വെളിച്ച ശബ്ദ സംവിധാനങ്ങൾ കൊണ്ടും രംഗപട സെറ്റിംഗ് കൊണ്ടും നാടകം ഏറെ മികവ് പുലർത്തി. സംസ്ഥാന നാടകരംഗത്ത് കട്ടപ്പനയുടെ അഭിമാനമായി മാറിയ MC കട്ടപ്പന, KC ജോർജ് എന്നിവർക്കുള്ള ആദരസൂചകമായി MCയുടെ പത്നി സാറാമ്മ ചാക്കോ, KCയുടെ പത്നി ബീന ജോർജ് എന്നിവരെ ആദരിച്ചു. കേരള വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ, യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് എന്നിവർ സംസാരിച്ചു. 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഡ്രാക്കുള എന്ന നാടകം മികച്ച നിലവാരം പുലർത്തിയതായി കാണികൾ പറഞ്ഞു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, since 1950.
പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പാമ്പാടുംചോല ദേശീയോദ്യാനത്തിൽ വനംവകുപ്പ് സഞ്ചാരികൾക്കായി നടപ്പിലാക്കുന്ന ട്രക്കിങ്ങിന് പ്രിയമേറുന്നു. പ്രകൃതിയുടെ വന്യത കണ്ടറിയുവാനാണ് മൂന്നാർ വന്യജീവി ഡിവിഷനും ഷോള നാഷണൽ പാർക്കും സഞ്ചാരികൾക്ക് ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുള്ളത്. ഷോള നേച്ചർ വാക്ക് എന്ന പേരിലുള്ള ട്രക്കിംഗ് സഞ്ചാരികളും പ്രകൃതി സ്നേഹികളും ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു. പാമ്പാടുംചോല ദേശീയ ഉദ്യാനത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു റോഡുണ്ട്. ഗ്രേറ്റ് എസ്കേപ്പ് റൂട്ട് എന്നാണ് ഇതിന്റെ പേര്. 1942 മദിരാശി പട്ടണത്തിൽ ജപ്പാനിലെ നാവിക നൗകകൾ ബോംബ് വർഷിച്ചു. തുടർന്ന് ബ്രിട്ടീഷുകാർ സമാന്തരമായി ഒരു റോഡിന് പദ്ധതിയിട്ടു. കൊച്ചിയിൽ എത്തിച്ചേരുന്നതിനായി കൊടൈക്കനാലിലെ ബെറീജത്തു നിന്നും വട്ടവടയിലെ ടോപ്പ് സ്റ്റേഷനിലേക്ക് റോഡ് നിർമ്മിച്ചു. എന്നാൽ ഈ റോഡ് കടന്നുവരുന്ന ഭാഗം പിന്നീട് കൊടൈക്കനാൽ സാങ്ച്വറിയായി പ്രഖ്യാപിച്ചതോടെ തമിഴ്നാട് അതിർത്തിയിൽ വനംവകുപ്പ് ചങ്ങലയിട്ട് റോഡ് തടഞ്ഞു. അന്നു മുതൽ ഈ റോഡിലൂടെയുള്ള യാത്ര തടസ്സപ്പെട്ടു. എന്നാൽ കേരള അതിർത്തിയിലെ ഈ പാതയിലൂടെ നടക്കുവാനുള്ള സൗകര്യമാണ് വനംവകുപ്പ് ഷോള നേച്ചർ വാക്ക് എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പാമ്പാടുംചോല നാഷണൽ പാർക്കിൽ ഒരു പ്രധാന പ്രോഗ്രാമാണ് ട്രക്കിങ്. നമ്മൾ ട്രക്കിങ് നടത്തുന്നത് നമ്മുടെ എസ്കേപ്പ് റോഡ് വഴിയാണ്. എസ്കേപ്പ് റോഡ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ 2ാം ലോകകാലത്ത് നിർമ്മിച്ച ഒരു റോഡാണ്. കൊച്ചിയും മദ്രാസുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി നിർമ്മിച്ച റോഡാണ്. അതിപ്പം റോഡ് ബ്ലോക്കാണ്. ഇപ്പം നമ്മൾ ട്രക്കിങ് മാത്രം കുറച്ച് 4 കിലോമീറ്റർ ദൂരത്തേക്ക് ട്രക്കിങ് മാത്രമാണ് നടത്തുന്നത്. ട്രക്കിങ് 2 തരത്തിലുണ്ട്. ഒന്ന് പൊളാരിസിൻ്റെ സവാരി, ഒന്ന് കാൽനടയായിട്ടും പോകാൻ പറ്റും. പൊളാരി സവാരിക്ക് ഒരാൾക്ക് ഒരു ട്രിപ്പിന് 2000 രൂപ, പിന്നെ അഡീഷണൽ വരുന്ന ഒരാൾക്ക് അതിൻ്റെ ചെറിയ ചാർജ് വരും. പിന്നെ നടന്നു പോകുന്നതിന് ഒരാൾക്ക് 300 രൂപ വെച്ചാണ് ഈടാക്കുന്നത്. വളരെയധികം ആൾക്കാർ വിദേശികൾ ഉൾപ്പെടെയുള്ളവർ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഷോല ഫോറസ്റ്റിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പം ഷോലയിലുള്ള മരങ്ങൾ കാണാനും എല്ലാ വന്യജീവികളെയും സുരക്ഷിതമായ രീതിയിൽ അടുത്ത് കാണാനും സാധിക്കുന്ന ഒരു ട്രക്കിങ്ങാണ് ഇത് നടത്തുന്നത്. മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്ക് പോകുന്ന പാതയിൽ ടോപ്പ് സ്റ്റേഷൻ ചെക്ക് പോസ്റ്റിൽ നിന്നുമാണ് ഷോള നേച്ചർ വാക്ക് ആരംഭിക്കുന്നത്. പോത്തിൻകണ്ടം വരെ നീളുന്ന യാത്ര കാട്ടുപോത്തുകളുടെ സമ്പന്നമായ കാഴ്ച സഞ്ചാരികൾക്ക് സമ്മാനിക്കും. ലോഗ് ഹൗസ്, അപൂർവമായ നീലഗിരി മാർട്ടിൻ, വിവിധയിനം പക്ഷികൾ, മറ്റു വന്യജീവികൾ, അപൂർവമായ മരപ്പന്നൽ തുടങ്ങിയ കാഴ്ചകളും കാണാൻ കഴിയും. 2 കാട്ടുചോലകൾ മരപ്പാലത്തിൽ കൂടെ കടക്കുവാനും അവസരം ലഭിക്കുന്നു. പോകും പാതയിൽ സഞ്ചാരികൾക്ക് ക്ഷീണമകറ്റുവാൻ വിശ്രമ കേന്ദ്രങ്ങളുണ്ട്. 5 കിലോമീറ്റർ ദൂരമുള്ള ഷോല ട്രക്കിങ്ങിന് 300 രൂപയാണ് നിരക്ക്. പ്രകൃതിയെ അടുത്തറിഞ്ഞുള്ള ഈ യാത്ര സഞ്ചാരികളും പ്രകൃതി സ്നേഹികളും ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. RNS സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 241, വിൽപ്പനയ്ക്ക് വന്നത് 60,684, വിൽപ്പന നടന്നത് 60,434, കൂടിയ വില 3023, ശരാശരി വില 2,593. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 715 രൂപ, ഏലം കൂടിയ വില 2,600, ഏലം ശരാശരി വില 2,400. കാപ്പിപ്പരിപ്പ് 460, ഗ്രാമ്പു 750, കൊക്കോ 90, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,285 രൂപ, വെള്ളി 103. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മാങ്കുളം മേഖലയിലും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിവിധ പദ്ധതികളുമായി വനം വകുപ്പ്. ഇതിന്റെ ഭാഗമായി കാട്ടുമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ വിവിധയിടങ്ങളിൽ വനം വകുപ്പ് കുളങ്ങൾ തീർത്തു. കുളങ്ങളുടെ നിർമ്മാണം നടത്തിയത് വനം വകുപ്പ് ജീവനക്കാരും വാച്ചർമാരും വിവിധ വിദ്യാലയങ്ങളിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥികളും കൈകോർത്ത്.
വട്ടവടയുടെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാരറ്റ് ക്ലീനിംഗ് യൂണിറ്റുകൾ പരിപാലനവും പ്രവർത്തനവുമില്ലാതെ നശിക്കുന്നു. വിവിധയിടങ്ങളിൽ യൂണിറ്റുകൾ സ്ഥാപിച്ചത് വിളവെടുക്കുന്ന ക്യാരറ്റ് വൃത്തിയാക്കുന്നതിന് കർഷകർക്ക് സഹായമെന്നോണം. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള യൂണിറ്റുകൾ ഒട്ടുമിക്കതും നാശത്തിന്റെ വക്കിൽ. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഏപ്രിൽ 8 ജില്ലയിലെ നിർമ്മാണ മേഖലയിൽ പണിമുടക്ക് നടത്തും. പണിമുടക്കിന്റെ ഭാഗമായി രാവിലെ 10 യൂണിറ്റ് മേഖലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തുമെന്ന് നേതാക്കൾ. കാഞ്ചിയാർ മറ്റപ്പള്ളിയിൽ വന്യജീവി ആക്രമണം തടയുന്നതിനായി വനംവകുപ്പ് സോളാർ ഫെൻസിംഗ് വേലികൾ സ്ഥാപിച്ചു. നാളുകളായി മേഖലയിൽ വന്യജീവി ആക്രമണം രൂക്ഷം. സോളാർ വേലികൾ സ്ഥാപിച്ചതോടെ വന്യമൃഗശല്യത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.